ഷിക്കാഗോയിലെ സിറോ മലബാർ രൂപതയുടെ ജൂബിലി കൺവെൻഷൻ എത്തിയപ്പോൾ ഷിക്കാഗോ ഡയസസിന്റെ സിസ്റ്റർ ഡയസസ് എന്നൊരു പക്ഷി നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന കാനഡയിലെ മിസിസാഗ രൂപതയുടെ മെത്രാൻമാർ ജോസ് കല്ലുവേലിൽ പിതാവിനെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിച്ചു. വളരെ ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ് പിതാവ്. പിതാവിനോട് സിറോ മലബാർ സഭയെക്കുറിച്ച്, പ്രത്യേകിച്ച് കാനഡയിലെ സിറോ മലബാർ സഭയെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ എന്തെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ ഒരു കൺവെൻഷൻ ഇതിപ്പോ 3ാമത്തെ ദിവസത്തിലേക്ക് നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് പിതാവിന്റെ അനുഭവങ്ങൾ? വളരെ നന്നായിരുന്നു എന്ന് ഒറ്റവാക്കിൽ ഞാൻ പറയും. കാരണം ഈ കൺവെൻഷനുകൾ തിരഞ്ഞെടുത്ത ആപ്തവാക്യം തന്നെ, ബൈബിൾ റെഫറൻസ് തന്നെ ഏറ്റവും പ്രചോദനാത്മകമാണ്. വി വാക്ക് നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. 1 Corinthians 5:7. വാസ്തവത്തിൽ എല്ലാം വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ കാണുന്ന, വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ തുടങ്ങി വിശ്വാസത്തിൻ്റെ തലത്തിൽ വളർന്നു വരുന്ന ഒരു രൂപതയാണ് ഈ ദിവസം ഞങ്ങൾ കണ്ടത്. ഈ രൂപതയിലെ ഈ സിൽവർ ജൂബിലി ആഘോഷത്തിലെ സംബന്ധിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് ഇവിടെയല്ല. എൻ്റെ മനസ്സ് എന്നെ നിയോഗിച്ചിരിക്കുന്ന മിസിസാഗ രൂപതയിലാണ്. പിതാവ് മിസിസാഗ രൂപതയിലാണ് പിതാവിന്റെ മനസ്സെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും നല്ലൊരു ഇടയന്റെ ഒരു പോസ്ചറാണ് പിതാവിനുള്ളത്. മിസിസാഗ രൂപത, കാനഡ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നും അത്രയും വ്യത്യസ്തമായ ഒരു കൾച്ചർ അല്ല. അപ്പോൾ പിതാവിന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ്, എങ്ങനെയാണ് കാനഡയിലെ സിറോ മലബാർ സഭയുടെ ഒരു വളർച്ചയും ഇനി മുന്നോട്ട് കാണുന്ന പിതാവിന്റെ സ്വപ്നങ്ങൾ? ആദ്യം തന്നെ രൂപത തുടങ്ങുമ്പോൾ ആപ്തവാക്യമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് 1 Corinthians 19 ആസ്പദമാക്കിയുള്ള വചനമാണ്. നിങ്ങൾ എന്ത് ചെയ്താലും, ഭക്ഷിച്ചാലും കുടിച്ചാലും എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക, ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ്. അതായിരുന്നു എൻ്റെ ആപ്തവാക്യം. എന്ത് ചെയ്താലും ദൈവമഹത്വത്തിന് വേണ്ടി. അപ്പോൾ ചെയ്യുന്നതെല്ലാം ദൈവമഹത്വമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആണ് 10 വർഷം മുമ്പ് രൂപതയെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയത്. എൻ്റെ സ്വപ്നമല്ല, അത് ദൈവത്തിൻ്റെ സ്വപ്നമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുറച്ച് നാളൊക്കെ ചിന്തിച്ച്, പ്രാർത്ഥനാപൂർവ്വം ചിന്തിച്ചാണ് ഞാനൊരു വിഷൻ സ്ട്രാറ്റജി ഫോം ചെയ്തു. ഞാൻ പലവട്ടം പല മീഡിയയിൽ പങ്കുവെച്ചത് ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് ഈ കോൺടെക്സ്റ്റ് വന്നപ്പോൾ. ടു ഫോം 245 എവാഞ്ചലൈസ്. കാനഡ മുഴുവൻ ചിതറിക്കിടക്കുന്ന സിറോ മലബാർ സഭാ സംഘത്തെ കണ്ടെത്തി കൊച്ചു കൊച്ചു ആരാധന സമൂഹങ്ങളെ രൂപീകരിക്കുക, ഫോം ചെയ്യുക ആയിരുന്നു ഫസ്റ്റ് ഫോക്കസ്. ദൈവകൃപയാൽ അത് സാധിച്ചു എന്ന് പറയാൻ സാധിക്കും. 67 കൊച്ചു കൊച്ചു ആരാധന സമൂഹങ്ങൾ തുടങ്ങാൻ നമുക്ക് സാധിച്ചു. ഇനി അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത് ഫോർട്ടിഫിക്കേഷനാണ്, ശക്തീകരണമാണ്. ആ ശക്തീകരണമാണ് സിറോ മലബാർ സഭ ഇന്ന് സഭ മൊത്തം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. എംപവർമെൻറ്റ്. ആ എംപവർമെൻറ്റ് ഞങ്ങളുടെ രൂപതയെ സംബന്ധിച്ച്, മിസിസാഗ രൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലിക പ്രസക്തിയുള്ളതാണ്. ഞങ്ങളുടെ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു, അപ്പോൾ എംപവർമെൻ്റ് എന്ന് സിറോ മലബാർ സഭ ഉപയോഗിക്കുന്ന വാക്ക്, ആശയം രണ്ടും ഒന്ന് തന്നെ. ഈ എംപവർമെൻ്റ് വാസ്തവത്തിൽ ഒരു എവാഞ്ചലൈസേഷൻ ത്രസ്റ്റോട് കൂടിയുള്ള എംപവർമെൻ്റ് ആണ്. സുവിശേഷവൽക്കരണമാണ് ലക്ഷ്യം. ഞങ്ങൾ അവിടേക്ക് ഐക്യപ്പെട്ടിരിക്കുന്നത് വചനത്തിന് സാക്ഷികളാകുവാനും വിശ്വാസം ജീവിക്കുവാനും വിശ്വാസം പങ്കുവയ്ക്കുവാനുമാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെയാണ്. ഈ ബോധ്യത്തിൽ എന്നെ ഏൽപ്പിച്ച ദൈവജനത്തെ വളർത്തിക്കൊണ്ടുവരികയാണ് എൻ്റെ ഇനി അടുത്ത പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. ഒരു പക്ഷേ പിതാവെ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അധികം വർഷങ്ങളായിട്ടില്ല കാനഡയിലേക്ക് കേരളത്തിൽ നിന്നും ഒരു കുടിയേറ്റം വളരെ ത്വരിതപ്പെട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ അവിടെയുള്ളത് ഒരു പക്ഷേ ജോലിക്കായും അല്ലെങ്കിൽ പഠനാവശ്യങ്ങൾക്കായും അവിടെ വന്ന് അവിടെ സെറ്റിൽ ചെയ്ത യുവതി യുവാക്കന്മാരും കുടുംബങ്ങളും ഒക്കെയാണ്. ഇപ്പൊ സമൂഹത്തിന്റെ നാനാ തുറകളിലേക്ക് ഇനി അവരുടെ ഒരു ഇന്റഗ്രേഷൻ, അത് പിതാവിന്റെ ഒരു സ്വപ്നത്തിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് ഒരു പാർട്ടിസിപ്പേറ്ററി ചർച്ചാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ സഹോദരി ചോദിച്ച അതുപോലെ എല്ലാവരും, സമൂഹത്തിലുള്ള എല്ലാവരെയും, കൊച്ചു കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, മുതിർന്നവർ,
പ്രായമായവർ എല്ലാവരെയും കോർത്തിണക്കി കൊണ്ടുപോയി അങ്ങനെ ഒരു കൂട്ടായ്മയിൽ സഭയെ ബിൽഡപ്പ് ചെയ്യുക, യേശുവിനെ സാക്ഷ്യം വഹിക്കുക, സുവിശേഷവൽക്കരണം നടത്തുക. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ഒരു പങ്കാളിത്തോടെയുള്ള പ്രവർത്തന ശൈലിയാണ് സ്വന്തം കാണുന്നത്. പിതാവ് ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്നത് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. കാനഡ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് പല സ്ഥലങ്ങളിലായി ചിതറിക്കിടക്കുന്ന സിറോ മലബാർ വിശ്വാസികളെ ഒന്നിച്ചുകൂട്ടി വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമൂഹത്തിൽ വിശ്വാസം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാനും ഒരു ഇവാഞ്ചലൈസേഷൻ നടത്തുവാനും വേണ്ടിയുള്ള ഒരു മിഷന്റെ തലപ്പത്ത് ഒരു പക്ഷേ പിതാവിനെയാണ് ഇപ്പോൾ ഇടയനായി സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത്, സിറോ മലബാർ സഭ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു കർത്തവ്യം നിർവഹിക്കുന്നതിന് പിതാവിന് ഊർജ്ജം ലഭിക്കുന്നത് എവിടുന്നാണ്? ഊർജ്ജം ലഭിക്കുന്നത് കർത്താവിൽ നിന്ന് തന്നെ, ഒട്ടും സംശയമില്ല. ഞാൻ ഒട്ടും അഹങ്കാരം ലവലേശം പോലും ഇല്ലാതെ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദിവസം ആരംഭിക്കുന്ന കർത്താവിനോട് കൂടിയാണ്. ആ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് കർത്താവിനോട് കൂടി കുറേ നേരം പ്രാർത്ഥന നടത്തി, പ്രഭാത പ്രാർത്ഥനകളെല്ലാം നടത്തി, വിശുദ്ധ ബലി അർപ്പിച്ച് അങ്ങനെ കർത്താവിൻ്റെ ഹിതം ഏകദേശമൊക്കെ ഒന്ന് ആരാഞ്ഞ് മനസ്സിലാക്കി അന്നത്തെ ദിവസം ആരംഭിക്കാനാണ് ഞാൻ പരിശ്രമിക്കാറുള്ളത്. പിതാവിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റത്തിന് ഞാൻ മുതിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ പിതാവിന്റെ ബൈബിള് കാണുകയുണ്ടായി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രചോദനം തോന്നി. നമ്മളെ നോക്കുന്ന നമ്മൾ ഐഡിയലൈസ് ചെയ്യുന്ന ഒരു ഒരു മെത്രാൻ തൻ്റെ പേഴ്സണൽ ബൈബിള് കാനഡയിൽ നിന്നും US യാത്രയിലേക്ക് കൊണ്ടുവന്നു. അതിൽ മുഴുവൻ നോട്ട്സാണ്. അത് പല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നോട്ട്സ് എഴുതിയിട്ടുണ്ട്. പിതാവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ബൈബിള് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, വചനം എത്രത്തോളം പിതാവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും തീരുമാനങ്ങളിലും ഒക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് പ്രേക്ഷകരോട് ഒന്ന് പറയുമോ? നല്ല ചോദ്യമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈ ദൈവവചനം എന്ന് പറയുന്നത് സങ്കീർത്തകൻ വെറുതെ പറഞ്ഞു വെച്ചതല്ല, ഇതിൻ്റെ പാദങ്ങളിൽ കുളക്കം പാതി പ്രകാശമാണ്. ഞാൻ എവിടെ പോയാലും ബൈബിളിൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ്, കാനഡയ്ക്ക് അകത്തും പുറത്തുമായിട്ട്. പ്രത്യേകിച്ച് കാനഡയ്ക്കുള്ളിലെ എല്ലാ പ്രൊവിൻസുകളിലേക്കും നമുക്ക് ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്യണമല്ലോ. അപ്പോൾ എത്ര ലഗേജ് എത്ര കൂടുതലുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ഈ ബൈബിൾ ഉണ്ടാകും. അപ്പോൾ ഈ ബൈബിള് എനിക്കൊരു സന്തത സഹചാരിയാണ്. അത് സാധാരണ കൊണ്ടുപോകാറുള്ളത് പോലെ ഇവിടേക്ക് നമുക്ക് കൊണ്ടുപോകുന്നു മാത്രമാണ്, നത്തിങ് എക്സ്ട്രാ ഓർഡിനറി. പക്ഷേ തീർച്ചയായിട്ടും ഇത് കാണുന്ന യുവജനങ്ങളാകട്ടെ മുതിർന്നവരാകട്ടെ അത് വലിയൊരു പ്രചോദനമായിരിക്കും. പക്ഷേ വീട്ടിൽ ആരെയാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന അവരുടെ ബൈബിൾ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് തുറന്ന് വായിക്കാനൊക്കെ ഒരു പ്രചോദനമായിരിക്കും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പിതാവിന് നാനാതുറകളിൽ നിന്ന് വരുന്ന പല രാജ്യങ്ങളിലുള്ള പല സംസ്കാരങ്ങളിലുള്ള സിറോ മലബാർ വിശ്വാസികളോട് പിതാവിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? പ്രിയപ്പെട്ട സഹോദരികളെ, ഇത് 73 പുസ്തകങ്ങൾ തുന്നിക്കെട്ടിയ ഒരു ചരിത്ര ഗ്രന്ഥമോ ഒരു റിസർച്ച് ഇതൊന്നുമല്ല. ഇതിലൂടെ വാസ്തവത്തിൽ ഈ 73 ഗ്രന്ഥങ്ങൾ 33 വെളിപാട് വരെ നമ്മൾ സഭ തുന്നിക്കെട്ടിയ ഒരു പുസ്തകമായി നമ്മളെ തരുമ്പോൾ വാസ്തവത്തിൽ ഇതിൽ കുറേ ആശയങ്ങളല്ല ഉള്ളത്. എനിക്ക് ബോധ്യമുണ്ട്, ഇതിലൂടെ വായിച്ച് വരുമ്പോൾ ഒരു ആളുടെ മുഖം തെളിഞ്ഞു വരും. ആ ആളെ നമ്മൾ പറയുന്നത് യേശു എന്നാണ്, ലോകരക്ഷകൻ എന്നാണ്. ചരിത്രാതീത കാലം മുതൽ ലോകം സ്വപ്നം കണ്ടിരുന്ന ആ ലോകരക്ഷകൻ്റെ മുഖം തെളിഞ്ഞു ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത് വെളിപാടിൽ വരുമ്പോഴേക്കും അതിന് പൂർണ്ണതയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഇതുപോലുള്ള ടോക്കുകൾ മറ്റു പല സ്ഥലങ്ങളിൽ നിർത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ യേശുവിനെ ആണ് വാസ്തവത്തിൽ, ജീവിക്കുന്ന യേശുവാണ് വാസ്തവത്തിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ആ യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ, യേശുവിൻ്റെ ഹിതം മനസ്സിലാക്കാൻ, യേശു ഇപ്പോൾ എന്താണ്, ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിക്കുന്നത് എന്നൊക്കെ ഈ വചനം, ഈ ഗ്രന്ഥം നമുക്ക് തുറന്ന് വ്യക്തമാക്കി തരും. അതുകൊണ്ടാണ് പാദങ്ങൾ പുളക്കം പാതി പ്രകാശമാണ്. ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്.
വിശുദ്ധ കുർബാന പോലെ തന്നെ ഇത് ജീവദായകമാണ്. ഒരുപാട് നന്ദി പിതാവേ, ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിനും ഇത്രയും ജീവദായകമായ കാര്യങ്ങൾ